നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. UDF LDF സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലെത്തിയിട്ടും BJPക്ക് ഒരു സ്ഥാനാർത്ഥിയില്ലാത്തതിന്റെ നിരാശയിലാണ് എറണാകുളത്തെ BJP പ്രവർത്തകർ. ചുവരെല്ലാം ബുക്ക് ചെയ്ത് പ്രചാരണം കത്തിച്ചുപിടിക്കാൻ കാത്തിരിക്കുമ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇങ്ങനെ നീണ്ടുപോകുകയാണ്. സംവിധായകൻ മേജർ രവിയുടെ പേരാണ് മണ്ഡലത്തിൽ നിലവിൽ ഉയർന്നു കേൾക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ ആ നിമിഷം കച്ചമുറക്കി ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് മേജർ രവിയും. പാർട്ടി ആവശ്യപ്പെട്ടാൽ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ച് ഉടൻ തന്നെ പ്രചാരണത്തിനിറങ്ങുമെന്ന് മേജർ രവി പറഞ്ഞു. അതേസമയം BJPക്കകത്ത് മേജർ രവിയോട് എതിർപ്പുള്ളവരുമുണ്ട് എന്നതാണ് സത്യം. മേജർ രവിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ BJPക്കകത്ത് വിയോജിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം സ്ഥിരീകരിക്കപ്പെടാതെ ഒരു നീക്കവും നടത്താനാകാത്ത സാഹചര്യമാണ്. മേജർ രവിയെ മത്സരിപ്പിക്കുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തിന്റെ അടക്കം പറച്ചിൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിന്റെ P രാജീവിന് വേണ്ടി പ്രചാരണ വേദിയിലെത്തിയ ആളാണ് മേജർ രവി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളോടും അദ്ദേഹം ആഭിമുഖ്യം പുലർത്തിയിരുന്നു. ഇതെല്ലാം തിരിച്ചടിയാകുമെന്നാണ് ചർച്ച. KS രാധാകൃഷ്ണൻ, സിജി രാജഗോപാൽ, AN രാധാകൃഷ്ണൻ തുടങ്ങിയ പേരുകളാണ് ഇതിനു മുൻപ് എറണാകുളത്ത് BJPക്കായി ഇക്കുറി ഉയർന്നു കേട്ടത്. ഏറ്റവും ഒടുവിലായി അത് മേജർ രവി വരെ എത്തി നിൽക്കുന്നു. 2014 AN രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ 11.63% മണ്ഡലത്തിലെ BJPയുടെ വോട്ട് വിഹിതം. കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ചപ്പോൾ 14.28% ഇത് ഉയർന്നു. ജയസാധ്യതയൊട്ടുമില്ലാത്ത മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് BJPക്ക് എറണാകുളം. എങ്കിലും പൊരുതാനാണെങ്കിലും ഒരാൾ വേണ്ടയെന്ന് ചോദിക്കുകയാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന താഴെത്തട്ടിലുള്ള പ്രവർത്തകർ.